ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, നമുക്കിന്നൊരു കർക്കിടക മരുന്നുണ്ട ആയാലോ? എനിക്ക് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടാവും. നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടാനും അതുപോലെ തണുപ്പിനെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും വായുകോപത്തെ ശമിപ്പിക്കാനും ശരീരത്തിന് ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയാനായിട്ട് നടുവേദന അതുപോലെ ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ വരാണ്ടിരിക്കാനും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇനിയിപ്പോൾ ആണെങ്കിൽ ആദ്യം എടുത്തിരിക്കുന്നത് ഞവര അരിയാണ്. ഞവര അരിയാണെങ്കിൽ എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു ഇരുമ്പ് ചീൻചട്ടിയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറന്ന് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എള്ളാണ്. ഞാൻ അരിയും എള്ളും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. എള്ള് നന്നായിട്ട് കഴുകി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എള്ളൊന്ന് പൊട്ടി വരുന്നതാണ് എള്ളിൻ്റെ പാകം. എള്ളിൻ്റെ പകുതിയോളം ഞാൻ അവലെടുത്തിട്ടുണ്ട്. അവലും നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ഞാൻ അവലെടുത്തേക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഉലുവ എടുത്തിരിക്കുന്നത്. ഉലുവയും കഴുകി നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഉലുവ നല്ലതായിട്ട് വറുത്തെടുത്താൽ മാത്രമേ നിങ്ങൾക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതെടുത്തിരിക്കുന്ന ശതകൂപ്പയാണ്. നിങ്ങൾക്ക് അങ്ങാടി മരുന്ന് കടയിൽ ഇത് മേടിക്കാൻ കിട്ടും. ശരീരത്തിനുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഒത്തിരി നല്ലതാണ്. വായുകോപത്തെ ഇത് ശമിപ്പിക്കുവേ. ഇനി നമുക്ക് വേണ്ടത് ഈ ശതകൂപ്പ എടുത്തിരിക്കുന്ന നേർ പകുതിയാണെങ്കിൽ അരിമോദകമാണ്. അരിമോദകവും നന്നായിട്ട് കഴുകി വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ വറക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ആണെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന കരിപ്പട്ടി ചക്കരയാണ്. ചക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലൊന്ന് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പൊടിക്കുന്നതിലായിട്ട് ഞാൻ കുറച്ച് നിലക്കടലയും അതുപോലെ ഇന്ദുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വറക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കടല വറുത്ത് തൊലി കളഞ്ഞെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ട പിടിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇത് നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. നിങ്ങൾ കഴിവതും ഉണ്ടാക്കി കഴിക്കുക. ഇത് ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ അങ്ങാടി മരുന്ന് കടയിലും അതുപോലെ തന്നെ ആയുർവേദ കടയിലും ഒക്കെ മേടിക്കാൻ കിട്ടും. മേടിച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. എള്ള് നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തില്ലെങ്കിൽ ഇത് പൊടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ചക്കര എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ഇളക്കി ഒരു നൂൽ പരുവാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നൂൽ പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പൊടികളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ ചക്കരപ്പാനി ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനും അതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് മിക്സായി കിട്ടത്തില്ല. അതുപോലെ കൈ വിടാണ്ട് ഇളക്കിയും കൊടുക്കുക. ഒത്തിരി കട്ടിയായി പോകരുത്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ട പിടിച്ചെടുക്കാം കേട്ടോ നമുക്കിത്. ഇനിയിപ്പോൾ ഇത് കഴിക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നമ്മൾ ചുക്ക് കാപ്പിയോടൊപ്പമാണ് കഴിക്കേണ്ടത്. നിങ്ങളെല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ. സീ യു.